തുടങ്ങാം നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോ. ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഓരോന്നിനും ഓരോ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാതെ തന്നെ ഓരോന്നിനും ഓരോ ഐഡന്റിറ്റി ഉള്ള ഓരോ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഓരോന്നോരോന്നായി കാണാം. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ സംതിങ് സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബുലൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനോ എന്നെ ഓൾ എന്നുള്ള ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനിടയിൽ കൂടെ എങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കാണാം. അപ്പോൾ നമുക്കിന്ന് തുടക്കം തന്നെ ഒരു ഡെനിം ടൈപ്പ് ഫാബ്രിക്, ഒരു സംതിങ് ഡിഫറെൻറ്റ്, ഒരു വ്യത്യസ്തമായൊരു ഫാബ്രിക്, നല്ല ഇഷ്ടം പോലെ ലാവിഷായിട്ട് വീതി നീളമുള്ള ഫാബ്രിക്കാണ്. അത് കണ്ടോ, ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് ലവേഴ്സിന് ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് യോക്ക് എന്ത് വേണം, ദുപ്പട്ട എന്ത് വേണം, അങ്ങനെയൊക്കെ തീരുമാനിച്ചിരുന്നു. കുറച്ച് വില കുറഞ്ഞ ദുപ്പട്ടകൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അജരക്ക് എത്തിയിട്ടില്ല കേട്ടോ, അടുത്ത ആഴ്ചത്തേക്ക് പരിഗണിക്കാം അജരക്കിന്. ഇതൊരു ഡെനിമല്ല, നമുക്കൊരു ഡെനിമിൻ്റെ പോലത്തെ ഫീൽ തരുന്ന ഒരു സോഫ്റ്റ് ഫാബ്രിക്കാണ്. അതിൻ്റെ ഒരു അറ്റം കിട്ടാനാണ് ഇപ്പോൾ ഇത്, അറ്റം കാണാനില്ല, തിരിയാൻ ഇവിടുത്തെ വശം മാറിപ്പോയി സംഭവം. ഇത് കണ്ടോ, ഒരു സെൽഫ് ചെക്സ്, ആ ചെക്സ് ക്ലിയർ ആണോ, ഇങ്ങനെ ഒരു ചെക്സ്, സെൽഫ് ചെക്സ്. ആ ചെക്സ് എന്നുള്ള ഫീല് വരുന്നത്, അതിൻ്റെ ആ ഔട്ട്ലൈൻ വരുന്നത് ഒരു പ്ലെയിൻ ഒരു ഫാബ്രിക് പോലെ തോന്നും. അതിലുള്ളിൽ വരുന്ന ഭാഗത്തിന് ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈൻ പോലെ വരും. അപ്പോൾ നമുക്ക് പ്ലെയിൻ ടോപ്പ് നന്നായി ബ്ലാക്ക് പ്ലെയിൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഒരു ഓപ്ഷനാണ്. നല്ലൊരു സോഫ്റ്റായ ഒരു ഫാബ്രിക്കാണ്, ഒരു ഡെനിം ടൈപ്പ് ഫാബ്രിക്, കംഫർട്ടബിളായ ഫാബ്രിക് തന്നെയാണ് കേട്ടോ, നല്ലൊരു സുഖമുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതാ വരുന്നു, നല്ല 60 ഇഞ്ച് എടുത്ത് 58 ഇഞ്ച് എടുത്ത് കൂട്ടിക്കോളൂ, 58 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ നോർമൽ ടോപ്പ് ചെയ്യാൻ 1.25 മീറ്റർ കൊണ്ടൊക്കെ സൈഡ് സ്ലിറ്റുള്ള സാധാ ടോപ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും ഫ്ലെയർഡായിട്ട് കുറച്ച് സൈസ് അനുസരിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ 2 മീറ്റർ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ വരുന്നു, 250 റുപ്പീസ്, 250 രൂപ മീറ്ററിന്. അപ്പോൾ നമ്മൾ ബാന്തിനി ദുപ്പട്ട അങ്ങനത്തെ സംഭവങ്ങൾ, അജരക്ക് ദുപ്പട്ട ഒന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബൾക്കായിട്ട് എത്തിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അജരക്ക് ദുപ്പട്ടകൾ കാര്യങ്ങളൊക്കെ വേണ്ടവർക്കൊക്കെ നമ്മുടെ ഷോർട്സൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഞാൻ അതിൽ മുമ്പ് കാണിച്ചിട്ട് വീഡിയോസൊക്കെ റെഫർ ചെയ്ത് അതിലൊക്കെ നമുക്ക് സ്റ്റോക്കുള്ളതുണ്ടാവും. ബൾക്കായിട്ട് ക്വാണ്ടിറ്റി വരുമ്പോഴേ ഞാൻ വീഡിയോയിലേക്ക് കാണിക്കാറുള്ളൂ, അതുകൊണ്ടാണ് എടുക്കാത്തത്. കുറച്ച് പേർക്ക് മാത്രമായിട്ട് അങ്ങനെ ആയ പ്രശ്നമല്ലേ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു, ഒരു ഡെനിം ടൈപ്പ് ഫാബ്രിക്കാണ്. ടോപ്പ് ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഒരു സ്റ്റിഫല്ല, നല്ല സോഫ്റ്റാണ്, കംഫർട്ടബിളായ ഫാബ്രിക്കാണ്. കനം കുറഞ്ഞ ഒരു കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെച്ചാൽ മതി. ടോപ്പ് ചെയ്യുമ്പോൾ 250 റുപ്പീസ്, 250 രൂപ. അപ്പോൾ അവിടെ തുടങ്ങുക നമ്മുടെ ഫാബ്രിക്. അപ്പോൾ പുതിയൊരു ഫാബ്രിക്കാണ്, നിങ്ങൾക്ക് നല്ല ഫാബ്രിക്കാണ് കേട്ടോ അത്. ഇനി നമ്മൾ ലെമൺ യെല്ലോ ഹക്കോബ, ലൈറ്റ് ലെമൺ യെല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നെറ്റ് കോട്ടയിൽ എംബ്രോയ്ഡറി വരുന്ന ഫാബ്രിക്കും കാണിക്കുന്നുണ്ട്. അതിനും ഈ കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കളറാണിത്. സെയിം കളർ, ഇത് നമ്മൾ ഹക്കോബയാണ്. കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു, സ്മോൾ ഡിസൈൻസ് ആണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിന് ഓവറോൾ വെടുത്ത് ഒരു 43 ഒക്കെ ഉണ്ടെങ്കിലും വർക്ക് പോർഷൻ ഏകദേശം 38 ഇഞ്ചൊക്കെ വരുള്ളൂ. ഇതുണ്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഇതിന് ഇങ്ങനത്തെ കുറച്ച് കട്ട് വർക്ക് ഉള്ളതിന് നമ്മളെപ്പോഴും സെയിം ലൈനിങ് വെക്കുകയായിരിക്കും കേട്ടോ ഭംഗി. ഇതെങ്ങനെ വരുന്നു, ഈ ലെമൺ യെല്ലോ കളർ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഒരു 42 ഇഞ്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വർക്ക് പോർഷൻ കുറവാണ്. 2.5 മീറ്റർ എടുക്കുന്നവർ 3 മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക. 250 റുപ്പീസ്, 250 രൂപ. കട്ട് വർക്കുള്ള ഇത് നമ്മൾ ആ വിലക്കുറഞ്ഞ ഹക്കോബ അല്ല കേട്ടോ, വിലക്കുറഞ്ഞ ഹക്കോബയുടെ ഷോർട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ കളേഴ്സ് അധികം വൈകാതെ എത്തും. വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. എത്താൻ നമുക്കൊരു 10 to 12 ഡേയ്സ് ഒക്കെ എടുക്കും. അപ്പോൾ അത് വേണ്ടവർക്ക്, അപ്പോൾ അവർ പേയ്മെൻറ്റ് ചെയ്തവരുടെ നമ്പർ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കിട്ടും. ബാക്കിയുള്ളവർക്ക് ഞാൻ അത് ഷോർട്സിലിട്ട കളേഴ്സ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഷോർട്സ് ചെയ്തിട്ടുണ്ട് റേറ്റ് കുറഞ്ഞ ഹക്കോബയുടെ. ഇത് നമ്മൾ കാംബ്രി കോട്ടണിൽ വരുന്ന നല്ല ഹെവി കട്ട് വർക്കുള്ള നല്ല ഹക്കോബ, 250 റുപ്പീസ്, 250 രൂപ. അങ്ങനെ വരുന്നു. ഇനി നമുക്കൊരു കോട്ടൺ നെറ്റ് കാണിച്ചിരുന്നില്ലേ, ആ കോട്ടൺ നെറ്റിൽ ബ്ലാക്ക് കളറ് ഇതാ ഇങ്ങനെ വരുന്നു, ബ്ലാക്ക്. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് നമുക്ക് 37 ഇഞ്ചേ വെടുത്തുള്ളൂ, 37 ഇഞ്ച് വെടുത്തുള്ളൂ. സാരി വെടുത്തില്ല. ദുപ്പട്ടയ്ക്ക് പറ്റും, കോട്ടൺ നെറ്റ്, ഫ്രോക്ക്, ഗൗണ് അങ്ങനെ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ. നമ്മൾ കോട്ടൺ നെറ്റാണ്, നല്ല ഭംഗിയുള്ള നെറ്റാണ് വരുന്നത്. 37 ഇഞ്ച്, 180 റുപ്പീസ്, 180 രൂപ. കംഫർട്ടബിൾ ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് നോർമൽ ടോപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വിട്ട് കുറവായതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. ഇതിങ്ങനെ വരുന്നു. ബ്ലാക്ക് കളർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക്, നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ബ്ലാക്ക് കൊണ്ടുവന്നിരുന്നു. അന്ന് കിട്ടാത്തവരൊക്കെ വേഗം നോക്കിക്കോളൂ. ഇത് അങ്ങനെ വരുന്നു.
180 180 നമ്മുടെ കോട്ടൺ നെറ്റ് പറഞ്ഞ ഒരു ഫാബ്രിക്കാണ് ഇത്. ഇങ്ങനെ വരുന്നു, നെറ്റ് ടൈപ്പ് തന്നെ ഇങ്ങനെ വരുന്നു. അതങ്ങനെ. ഇനി അടുത്തത് നമ്മുടെ കോട്ടൺ നെറ്റിൽ ഓഫ് വൈറ്റ്. ഇത് ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. 56 ഇഞ്ച് വിഡ്ത്തുണ്ട്, 58 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. ഓഫ് വൈറ്റ് കളർ. ഇതൊക്കെ ഡയബിൾ ആണ് കേട്ടോ, പക്ഷെ നമുക്ക് ഇവിടെ ഡൈയിങ് ഇല്ല, നിങ്ങൾക്ക് ഡൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാ ഇങ്ങനെ വരുന്നു ഓഫ് വൈറ്റ്. അപ്പോൾ ഓഫ് വൈറ്റ് ഡ്രസ് കോഡായിട്ടൊക്കെ ഫ്രോക്ക് ഗൗണോ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ നമ്മൾ നോർമൽ ടോപ്പ് ചെയ്യാനും നല്ലതാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്ത് വരുന്നു 240 റുപ്പീസ്. ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് വീതി, 240 രൂപ. കോട്ടൺ നെറ്റാണ്. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇതിൻ്റെ കളേഴ്സിൻ്റെ പിങ്ക് പിന്നെ പീച്ചൊക്കെ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോസിലൊക്കെ കണ്ട് ഈ മെറ്റീരിയൽ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ നോക്കിക്കോളും, മിസ്സാക്കണ്ട. നമ്മൾ ഓഫ് വൈറ്റിൽ ഇതിനു മുമ്പ് വേറെ ഡിസൈൻ, ഇതിൽ കൂടുതലായിട്ട് ഇതിൽ വരുന്നത് ഓഫ് വൈറ്റ്, വൈറ്റും തന്നെ അത്ര വരുന്നില്ല. ഓഫ് വൈറ്റ് ആ ഒരു ക്രീം കളർ, ആ കളറിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു? 240 ആണോ 250 ആണോ ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴേക്ക് ഡൗട്ട് ഉണ്ട്. എന്നാലും ഇതാ ഇങ്ങനെ വരുന്നു. 240 അല്ലേ? 240. അങ്ങനെ നമ്മുടെ ഹെവി ഹക്കോബകളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഹെവി ഹക്കോബയിൽ ഓറഞ്ച് കളർ. ഇതൊക്കെ നല്ല പ്രീമിയം കാംബ്രിക് കോട്ടണിൽ ഹെവി കട്ട് വർക്ക് വരുന്ന, അതിന് കളേഴ്സ് വരുന്ന മുറയ്ക്കാൻ വീഡിയോയിൽ എടുക്കുന്നതാണ്. അപ്പോൾ നല്ല ഓറഞ്ച് കളർ ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് വരുന്നത്. ഇതിനൊക്കെ നമ്മൾ ഓവറോൾ വിടുത്ത് ഒരു 52 ഉണ്ടെങ്കിലും വർക്ക് പോർഷൻ ഒരു 48 to 50 ഇഞ്ചൊക്കെയാണ് ഇതിന് ഇത് വരുന്നത്. ഇനി വരുന്ന ഫാബ്രിക്കിനൊക്കെ വരിക. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല കട്ട് വർക്കാണ് വരുന്നത്. 300 റുപ്പീസ്, 300 രൂപ. അപ്പോൾ ഇങ്ങനെ വരുന്ന നല്ല കട്ട് വർക്കുള്ള ഹെവി കട്ട് വർക്കുള്ള അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഗ്രീന്, ബ്ലാക്ക്, നേവി ബ്ലൂ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അടുത്ത് അവൈലബിൾ ആയത് ഈ ക്രീം കളർ ആയതുകൊണ്ട് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ലൈനിങ് എപ്പോഴും കോൺട്രാസ്റ്റ് ഉള്ളിൽ വെക്കുന്നത് ക്രേപ്പ് ലൈനിങ് വെക്കണം കേട്ടോ. ക്രേപ്പ് അപ്പോൾ കളർ ലീക്കിങ്ങിൻ്റെ പ്രശ്നമില്ല. അതാ ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ ആ ഫ്ലവറിൻ്റെ ഭംഗി വരുന്നത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ നല്ല ഓറഞ്ച് കളറ്. ഇനി ഓറഞ്ച് കളറിൻ്റെ കൂടെ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ബാന്തിനി ദുപ്പട്ടയൊക്കെ വേണ്ടവർക്ക് അതൊക്കെ ഒറിജിനൽ പ്യുവർ ബാന്തിനിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിനെ കുറിച്ചൊക്കെ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇനി വഴിയെ ഞാൻ ഓരോരോ വീഡിയോകളിൽ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ആയതുകൊണ്ടാണ് അടുത്തടുത്ത് വീഡിയോസ് ഇടാതിരുന്നത്, ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് അങ്ങനെ വരുന്നു. 300 റുപ്പീസ്, 300 രൂപ. ഇനി കണ്ടോ, വൈറ്റും ഓഫ് വൈറ്റിലും ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വൈറ്റ് വരുന്നുണ്ട്. ഓഫ് വൈറ്റ് ആണോ ക്രീമാണോ എനിക്ക് കൺഫ്യൂഷൻ, നിങ്ങൾക്ക് കളർ എനിക്കും നിങ്ങൾക്കും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം കണ്ടോ. ഇതിനെയൊക്കെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഇത് അതുക്കും മേലെ, അങ്ങനെ കളേഴ്സ് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു മിൽക്കി വൈറ്റ് അല്ല, എന്നാൽ ഇതൊരു ഓഫ് വൈറ്റ്, എന്നാൽ ഇത് അതിനെയൊക്കെ കുറച്ചും കൂടെ ഒരു യെല്ലോ കളഞ്ഞ ഒരു ക്രീം പോലത്തെ ഒരു കളറ് എന്താ പറയുക. അപ്പോൾ അതിൽ ഏതാ ഓഫ് വൈറ്റ് അങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെല്ലാം ഒന്നിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ആദ്യം കാണാം. പ്യുവർ വൈറ്റ് വേണ്ടവർക്കിത്, അതിൽ കട്ട് വർക്ക് ഇതാ ഇതൊക്കെ നല്ല ഹെവി കട്ട് വർക്ക് വരുന്ന പ്രീമിയം ഹക്കോബയാണ് കേട്ടോ. ഇതെല്ലാം ഇതാ ഇങ്ങനെ വരുന്നു. നിറയെ ഹോൾസ് ഉള്ള ഇതാ ഇങ്ങനെ വരുന്നു ഹക്കോബ. നമുക്ക് ഇനി ഷോർട്ട് ടോപ്പായിട്ടോ ജീൻസിന് ഇടാൻ പറ്റുന്ന ടോപ്പായിട്ടോ നിങ്ങൾക്ക് ഫ്രോക്കോ നോർമൽ ടോപ്പോ എന്ത് വേണേലും ചെയ്യാം. 300 റുപ്പീസ്, 300 രൂപ. ഇങ്ങനെ വരുന്നു. ഇതെല്ലാം നല്ല പ്രീമിയം കാംബ്രിക് കോട്ടണിൽ വരുന്നതാണ്. നല്ല ഹക്കോബകളാണ് കേട്ടോ. അങ്ങനെ വരുന്നു. അപ്പോൾ അത് വൈറ്റ് ഈ ഒരു ഡിസൈൻ. ഇനി അടുത്തത് നമ്മൾ ഇതൊരു ക്രീമാണല്ലേ, ഓഫ് വൈറ്റ് എന്ന് പറയാം. ഓഫ് വൈറ്റ് ക്രീമും തമ്മിലൊരു കുറച്ച് വ്യത്യാസമുള്ളൂ. ആ ഒരു യെല്ലോ കളർ കുറച്ചുകൂടെ കൂടുതൽ വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഹെവി കട്ട് വർക്കാണ് വരുന്നത്. ഇതാ ഇങ്ങനെ. ഈ വൈറ്റിനും ഓഫ് വൈറ്റിനൊക്കെ അടിയിൽ പൊതുവേ ആ ഒരു സെയിം കളർ ലൈനിങ് വെച്ച് തന്നെ ചെയ്യാൻ നല്ലത്. എന്നിട്ട് നമ്മൾ ബാന്തിനിയിലോ എന്തെങ്കിലും വെറൈറ്റി ദുപ്പട്ടാസൊക്കെ വെയർ ചെയ്താൽ മതി. അങ്ങനെ മൊഡാലിലൊക്കെ ഉള്ള ദുപ്പട്ടൊക്കെ മുമ്പ് കാണിച്ചിട്ടില്ലേ, മൊഡാലിൻ്റെയൊക്കെ നീ എത്തിയിട്ടേ എഴുതിയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഷോപ്പിൽ. നിങ്ങൾ ആവശ്യപ്പെടുന്ന മുൻപത്തെ വീഡിയോ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയത് അവർക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാനുള്ള സമയക്കുറവുണ്ട്. എങ്കിലും മുമ്പത്തെ സ്ക്രീൻഷോട്ടുകളൊന്ന് അയച്ചിട്ട് അങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ 300 റുപ്പീസ്, 300 രൂപ. ഇതെങ്ങനെ വരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിക്കും ഈ ഗ്ലാസിൻ്റെ അടിയിലൊക്കെ എന്താണെന്നുള്ളത്. ഇതൊക്കെ ഈ ദുപ്പട്ടാസാണ്, നമ്മളെ പ്യുവർ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടാസാണ്. പക്ഷേ ഇതൊക്കെ ഷോപ്പിലേക്കുള്ള നിങ്ങൾക്കും തരാവുന്ന തന്നെയാണ്. പക്ഷേ ഓരോന്നിലും എണ്ണം 2-3 പീസൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ കാണിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. കഴിഞ്ഞ ഷോർട്സിലൊക്കെ ഒരാൾ ചോദിച്ചിരുന്നു വേറെ ഏത് ദുപ്പട്ട കിട്ടുമെന്നൊക്കെ. അത് കിട്ടും, ഇവിടെ 2-3 പീസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ 490 വരുന്ന പ്യുവർ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ട 490 രൂപ. നേവി ബ്ലൂ, ബ്ലാക്ക്, ഇതിൽ കണ്ടു ബ്ലാക്കിലൊക്കെ ആ 2 പീസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതെനിക്ക് ഇതൊരു ബർഗണ്ടി കളറ്,
അങ്ങനത്തെ സംഭവങ്ങൾ. എന്നാലും ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുമോ എന്ന് ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തതാണ്. എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ട് ബർഗണ്ടി ഷെയ്ഡ്, ഇത് നേവി ബ്ലൂ, ഇതാ ഒരു ഒലിവ് ഗ്രീനിൽ വരുന്നത്. വൈറ്റ് അക്കോബയുടെ കൂടെയൊക്കെ ചേരും. പക്ഷേ പേയ്മെൻറ്റ് ചെയ്താലും സാധനം ഉണ്ടെങ്കിലാണ് കേട്ടോ കിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ അവർ തരും. ചിലതിൽ 3-4 പീസ് വരുന്നുണ്ടാവും. ഒരുപാടില്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. ഇതാ ഒരു റോയൽ ബ്ലൂ, ഇതിങ്ങനെ, ഇതൊക്കെ ജസ്റ്റ് പാറ്റ് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, ഫുൾ എടുത്ത് കാണിക്കുക. പക്ഷെ ഒരുപാട് എണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ. നമ്മൾ ആ ഒരു ബാട്ടിക് ഡിസൈൻ പോലെ വരുന്നത് പ്യുവർ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടാസാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ 2.4 2.42 വളർന്നിട്ടുമില്ല, അത്യാവശ്യം നീളമുണ്ട്. അതാണ് സംഭവങ്ങളെ. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കാതിരുന്നത്. എന്നാലും ഒത്തിരി പേരത് മാർക്ക് ചെയ്ത് ഇങ്ങനെ ചോദിക്കണു പറഞ്ഞു ഉണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊരു നല്ല മെറൂൺ ഷെയ്ഡ്, ഇതിങ്ങനെ വരുന്നു. ഇത് 510, 490 ഉണ്ട്, 510 ഉണ്ട് കേട്ടോ. ഇതെല്ലാം പ്യുവർ ജോർജറ്റിൽ വരുന്നതാണ്. ഇങ്ങനെ എടുത്ത് കാണിച്ച പണി കിട്ടുമോ? ഒരുപാട് എണ്ണ ഇല്ല. ഇനി അഥവാ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് പറഞ്ഞിട്ട് ഇതോ അങ്ങനെ ചോദിച്ചത് മെറൂണ്, ഇത് ഈ ഒരു റെഡിഷ് റെഡ്, ഇതതിൻ്റെ ബ്ലാക്ക്. ഒരുപാട് എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. അപ്പോൾ അതങ്ങനെ മതി. ഇനി ഉള്ളത് എത്ര എണ്ണ ഉണ്ടെന്ന് അറിയില്ല. നെക്സ്റ്റ് വരുന്നു. ഇനി നമ്മൾ ഓഫ് വൈറ്റിൽ വേറൊരു അക്കോബ, അത് വേറെ ഡിസൈൻ കാണാം കേട്ടോ. അതെങ്ങനെ ഞാനിനി വെബ്സൈറ്റ് ആയി കഴിയുമ്പോൾ ഈ ടൈപ്പ് വരുന്ന അധികം എണ്ണ ഇല്ലാത്തതൊക്കെ അതിൽ ഫോട്ടോസ് എടുത്തിടാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആണോ അല്ലേ നിങ്ങൾക്ക് അറിഞ്ഞ് നോക്കി വാങ്ങുകയും ചെയ്യാമല്ലോ. അതങ്ങോട്ട് തീർന്നൊരു പണി കഴിഞ്ഞിട്ട് കിട്ടണ്ടേ. ഇപ്പം അതിൻ്റെ ട്രയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതാ നല്ല ഹെവി കട്ട് വർക്കുള്ള വേറൊരു ഹക്കോബ ഓഫ് വൈറ്റിലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരും, ഇങ്ങനെ 300 റുപ്പീസ്, 300 രൂപ. ഇതാ ഇങ്ങനെ ഓഫ് വൈറ്റിൽ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡിസൈനാണ് ഓഫ് വൈറ്റിൽ കാണുന്നത്. അയ്യോ, ഇങ്ങനെ മടക്കാം. ഇതുണ്ടോ ഇങ്ങനെ. ഇനി കണ്ടോ ഈ ഒരു ഇതും ഓഫ് വൈറ്റ് അല്ലേ. ഇത് കുറച്ചുകൂടെ ഒരു വൈറ്റ് കളർ, വൈറ്റിലേക്ക് പോകുന്നൊരു കളറാണ്. അതാണിത്. ഇത് കുറച്ചുകൂടെ ക്രീം കളർ എന്ന് പറയും, കുറച്ചുകൂടെ യെല്ലോ കളർ കൂടുതൽ. എന്നാൽ ഒരു ലെമൺ യെല്ലോ ഒന്നും അല്ല താനും, അത് തമ്മിലുള്ള വ്യത്യാസം അത്രയാണ്. നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ. അപ്പോൾ 3 ടൈപ്പ് കളേഴ്സും കാണിച്ചിട്ടുണ്ട്. വൈറ്റും ഒരു ഓഫ് വൈറ്റും ജസ്റ്റ് ഒന്നും കൂടെ ഒരു യെല്ലോ കളർ വരുന്ന അതും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാ അടുത്ത ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു. എല്ലാം നല്ല ഹെവി കട്ട് വർക്കാണ്. പ്രീമിയം ഹക്കോബയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 300 റുപ്പീസ്, 300 രൂപ. അങ്ങനെ വരുന്നു ഹക്കോബ. നല്ല പ്രീമിയം ഹക്കോബയിൽ വൈറ്റും ഓഫ് വൈറ്റും ഒക്കെ. അപ്പോൾ ഇഷ്ടം പോലെ വന്നു ഇങ്ങനെ. അവിടെ ഇരിക്കും. ഫുൾ ഗൗണും ഒക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ അത്. ഇനി അതപ്പോഴത്തേക്ക് അത് ഉരുണ്ടിയാടി. ഇതിങ്ങനെ. ഇനി നമ്മൾ കോട്ട എംബ്രോയ്ഡറി, നെറ്റ് കോട്ടയിൽ എംബ്രോയ്ഡറിയും പ്ലെയിനും കൂടെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് ഇനി വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഡിസൈൻ എന്ന് വന്നിട്ടുണ്ട്, അതിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് മുമ്പൊരിക്കൽ വന്നിട്ടുള്ള ഡിസൈനാണ്. അതിലിപ്പോൾ നമ്മൾ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന 3 കളേഴ്സാണ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലൊരു മസ്റ്റാർഡല്ലോ. അപ്പോൾ ഈ നെറ്റ് കോട്ട ഇതിന് വരുന്ന റേറ്റ് 70 റുപ്പീസ്, 70 രൂപ. ഇതിൽ നല്ല ഹെവി വർക്ക് ചെയ്ത് വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 320 റുപ്പീസ്, 320 രൂപ. ഇതിൽ ഒരു കളറിൽ ഞാൻ സാരി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഏത് കളറാണെന്ന് ഇപ്പോൾ പറയില്ല. ഞാൻ പിന്നെ ഒരു ദിവസം ഇനി ഒരു ദിവസം അത് റെഡി ആയിട്ടില്ല. സാരി ചെയ്തിട്ട് മനസ്സിൽ സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ 5.75 5.25 മീറ്റർ ഈ ഫുൾ ഈ വർക്കുള്ളത് തന്നെ എടുത്തിരിക്കുന്നത്. ഇതല്ല ഒരു കളറ്, ഇതിലൊരു കളറ്. ആ 5.75 മീറ്റേഴ്സ് സാരിക്ക് വേണ്ടി അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നെറ്റ് കോട്ടയുടെ കാര്യത്തിലൊക്കെ വരുന്നത് ഈ സൈഡ് പോർഷൻ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ വെക്കാൻ കൊടുത്തിരിക്കുന്നത് അത് റെഡി ആയില്ല. അതായെങ്കിൽ ഞാനത് കാണിക്കാൻ വിചാരിച്ചു, പക്ഷെ അതായിട്ടില്ല. അപ്പോൾ ഞാൻ അതിനറ്റത്ത് ഇങ്ങനെ ജസ്റ്റ് ഈ ലേസ് കൊടുക്കുക മാത്രമല്ല, ഞാൻ 5.75 ഇത് കട്ട് ചെയ്തിട്ട് 1.5 മീറ്റേഴ്സ് കൂടെ ഈ മെറ്റീരിയലും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു 1 മീറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ഈ പ്ലെയിൻ മെറ്റീരിയലിൽ ഇതല്ല, ഇതിൽ വരുന്നൊരു കളറിൽ പ്ലെയിൻ നെറ്റ് കോട്ടയിൽ ബ്ലൗസ് ചെയ്തിട്ട് സ്ലീവ് ഈ വർക്കുള്ളത് വെച്ചേക്കുന്നത്. എന്നിട്ട് ആ 1.25 മീറ്ററിൽ നിന്ന് കുറച്ചുകൂടെ ഉണ്ടല്ലോ, അതിന് ചെറിയ പാനൽസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ അറ്റത്ത് വെച്ചിട്ട് അത് ഒന്നുകൂടെ, അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം പ്ലെയിൻ ഫീൽ ചെയ്യില്ല. ആ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ആ കൊടുക്കുന്ന പടിയുടെ ഉള്ളിൽ നിന്നും ഈ ഒരു ലേസ് കൂടെ ഇങ്ങനെ അകത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇതിൽ ഈ പറഞ്ഞ ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇങ്ങനെ ലേസ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതുണ്ട് ഇങ്ങനെ ഒന്ന് അടുത്ത് കാണിക്കണേ. ഈ ലേസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക്
20 റുപ്പീസ് 20 ആണ് 20 റുപ്പീസ് മീറ്റർ വരുന്ന ലേസ് ഇങ്ങനെ അകത്ത് നിന്ന് ഇങ്ങനെ കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ പീസ് കൊടുക്കുന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ലേസ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം സൈഡിലേക്ക്. ഞാൻ ഇത് കൂടാതെ ഇവിടെ ഒരു ചെറിയ പടി പോലെ ഈ വർക്കുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് അതൊരു പടി പോലെ കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ലേസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ള റെഡി ആയിട്ടില്ല, റെഡി ആകുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ഇനി ഒരു സാരി എന്നൊരു ഓപ്ഷൻ അതങ്ങനെ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്ലെയിനിൽ 70 റുപ്പീസ് അല്ലേ വരുന്നുള്ളൂ. ഇതിൽ നമുക്ക് 2.5 മീറ്റേഴ്സ് എടുത്ത് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയ്ക്കായിട്ട് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ പ്ലെയിൻ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 1 മീറ്റർ പറയുന്നുണ്ട്, 1 മീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് സാരി ഒരു കുറഞ്ഞ റേറ്റിൽ സാരി ആയിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് സാരി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ബ്ലൗസ് എന്നൊരു കൺസെപ്റ്റിൽ 1 മീറ്റർ എടുത്തിട്ട് 1 മീറ്റർ 1.25 നിങ്ങളുടെ സൈസ് അനുസരിച്ച് ബ്ലൗസ് ചെയ്യുക, അങ്ങനെയും ഭംഗിയുണ്ടാവും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ 2 മീറ്റർ എടുത്തിട്ടാണെങ്കിൽ 1 മീറ്റർ ബ്ലൗസ് ചെയ്തിട്ട് ബാക്കി ഭാഗത്തിന് ഇതിന് ബോർഡർ പോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും ഈ പ്ലെയിൻ്റെ കൂടെ ബോർഡർ പോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ മെറ്റീരിയലിൻ്റെ ആ രീതികൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ഫുൾ നമ്മളൊരു പാർട്ടി വെയർ എന്ന കൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് കളറാണെങ്കിലും അതിൻ്റെ ഫുൾ ഇത് ചെയ്യായിരിക്കും ഭംഗി. അപ്പോൾ നമ്മളൊരു 1.5 മീറ്റർ എടുത്തിട്ട് ഫ്രണ്ട് പോർഷനും സ്ലീവും ചെയ്യുക, ബാക്ക് പോർഷന് വേണ്ടിയിട്ട് 1.25 എടുക്കുക, സൈസ് അനുസരിച്ച് മാറ്റം വരും, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ലേസ് ഇതിനൊക്കെ കോമൺ ആയിട്ട് നമുക്ക് വൈറ്റ് ലേസ് ചേരും കേട്ടോ. അപ്പോൾ അതങ്ങനെ വരുന്നു. അപ്പോൾ പ്ലെയിന് റേറ്റ് വരുന്ന 70, വർക്കുള്ളതിന് വരുന്ന 320. അപ്പോൾ അതങ്ങനെ. ഇനി ഞാൻ ഓരോ കളേഴ്സ് കാണിച്ചു പോവാം. അതിൽ നമ്മൾ നല്ലൊരു ഡാർക്ക് പിങ്കിഷ് പീച്ച് ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് സാരിക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. സാരി ആയിട്ടാണെങ്കിലും ദുപ്പട്ടയായിട്ടാണെങ്കിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ വരുന്നു ഇങ്ങനെ. അപ്പോൾ നമുക്ക് സാരിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക്, കാരണം 320 റേറ്റ് വരുന്നുണ്ട്. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഫുൾ ഇതിൽ തന്നെ സാരി ചെയ്തിട്ട് പ്ലെയിൻ ബ്ലൗസും ചെയ്ത് സ്ലീവിനറ്റത്ത് മാത്രം ബോർഡർ പോലെ ഇത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ സ്ലീവ് മൊത്തം വർക്ക് പോലുള്ള ഭക്ഷണം ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അറ്റത്ത് ലേസ് വയ്ക്കാം. ഇനി ലേസ് വേണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അങ്ങനെ. അപ്പോൾ ഇത് വരുന്നത് 320. അതിൻ്റെ കൂടെ പ്ലെയിൻ വരുന്നത് 70. നമ്മൾ നെറ്റ് കോട്ട പറഞ്ഞാൽ കോട്ടൺ അല്ല, നെറ്റ് കോട്ട പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഫാബ്രിക്, ഇത് അങ്ങനെ വരുന്നു. അപ്പോൾ നമുക്കൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്യാൻ നല്ലതാണ്, ക്രേപ്പ് ലൈനിങ് വെച്ചാൽ മതി. നെക്സ്റ്റ് വരുന്ന നല്ലൊരു കളറ് മെറൂൺ കളറിൽ, മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് വരുന്നത് 70. അപ്പോൾ മെറൂൺ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ സാരി ചെയ്യാം, നല്ലൊരു ഹെവി വർക്കാണ്. ഇനി തിരിച്ച് നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് പ്ലെയിൻ ഫാബ്രിക്കിൽ സ്കേർട്ട്, കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും സ്കേർട്ടൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ നല്ലതാണ്. സാരി നിങ്ങളുടെ ഇഷ്ടത്തിന് വെയർ ചെയ്തോളൂ. ഇതാ അങ്ങനെ വരുന്നു. ഈ ബോർഡർ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വീതിയിൽ ബോർഡർ പോലെ ഇത് കൊടുത്തിട്ട് പ്ലെയിൻ്റെ കൂടെ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എത്ര മീറ്റർ മെറ്റീരിയൽ എടുക്കണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വർക്കുള്ള മെറ്റീരിയൽ 1 മീറ്റർ, പ്ലെയിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആവശ്യത്തിന് എടുക്കാം, അങ്ങനെ. അതായത് ഒരു സെറ്റിൻ്റെ കൂടെ കേട്ടോ. ഇപ്പോൾ ഡ്രസ് കോഡുകാരെല്ലാം കൂടെ ആകെ 1 മീറ്റർ എടുത്തിട്ട് അങ്ങനെയല്ല ഒരാൾക്ക് എടുക്കുന്നതിൽ. ഇനി ഞാൻ അതാ ഒരു വർക്ക് കണ്ടില്ലേ, ഇനി നമുക്ക് വേറൊരു വർക്ക് ഇതാ വരുന്നു ഇങ്ങനെ നെറ്റ് കോട്ടയിൽ. ഇതും നല്ല ഒരു വർക്ക്. അപ്പോൾ ആ വർക്ക് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്. ഇതും ഇങ്ങനെ ഓൾ ഓവർ ഒരു വർക്ക് വരുന്നതാണ്. ലെമൺ എല്ലോ നമ്മൾ നേരത്തെ ഹക്കോബ പറഞ്ഞില്ലേ അതിൻ്റെ ആ കളറ് ഫുൾ നല്ല. ഇതൊക്കെ കാണുന്നത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ, എംബ്രോയ്ഡറി ആണ്, പ്രിൻ്റ് അല്ല. ഫുൾ എംബ്രോയ്ഡറിയിൽ ആ സീക്വൻസ് വർക്ക് ഉണ്ടോ, നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന സീക്വൻസ് വർക്കല്ല ഇങ്ങനെ. ഇതിലും അങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ എത്രത്തോളം ഹെവി വർക്ക് മനസ്സിലായില്ലേ? ഫുൾ നല്ല ഫിനിഷിങ് ത്രെഡ് വർക്കും. അതായത് ഇത്രയും ഒരു 70 റുപ്പീസിൻ്റെ ഫാബ്രിക്കിന് അത്രയും വാല്യൂ വരുന്നുണ്ട് ഇതിലേക്ക്, അത്രയും വർക്കാണ് ചെയ്തത്, ഫുൾ ഓവർ വർക്ക് വരുന്നത്. അപ്പോൾ ഇനി ലെമൺ യെല്ലോ കളർ, ഇതൊക്കെ സാരി ദുപ്പട്ട അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സാരിയൊക്കെ ആയിട്ടാണെങ്കിൽ വെയർ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരുന്നു. എൻ്റെ സാരി ഏതാവുമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിലൊരു കളറിൽ സാരി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലങ്ങനെ. അപ്പോൾ ഇത് പ്ലെയിന്, ഇത് നമുക്ക് വേറൊരു വർക്ക് വരുന്നത് 300 റുപ്പീസ്, 300 രൂപ. അതിൻ്റെ കൂടെ ഇതാ പ്ലെയിൻ വരുന്നു 70 റുപ്പീസ്, 70 രൂപ. അപ്പോൾ അതങ്ങനെ. ഇനി അതിൽ അടുത്ത സെറ്റ് ഇതിങ്ങനെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. അടുത്തത് നമ്മളൊരു ആ മെറൂണും അല്ല ബ്രിക്ക് റെഡും അല്ലാത്ത ഒരു നല്ലൊരു ഭംഗിയിലെ കളറ് ഇതാ ഇങ്ങനെ വരുന്നു. വർക്ക് കണ്ടോളൂ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ടോപ്പിനും ഭംഗിയുണ്ടാവും, സാരിക്കും ഭംഗിയുണ്ടാവും. സാരിക്ക് നമ്മൾ ഈ എൻഡ് പോർഷനിൽ ഒന്നുമില്ല ലേസ് വെച്ച് കൊടുക്കുക. ഇതിനൊക്കെ കോമൺ ആയിട്ട് വൈറ്റ് ലേസ് ചേരും കേട്ടോ. ലേസ് വെക്കാം, അല്ലെങ്കിൽ ഇതേ മെറ്റീരിയൽ തന്നെ ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ വരുന്നു 300 റുപ്പീസ്, 300 രൂപ. ഇങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ പ്ലെയിൻ വരുന്നു 70 റുപ്പീസ്, 70 രൂപ. അങ്ങനെ
ഇനി അടുത്തത് നല്ല ലൈറ്റ് പിസ്ത കളർ, ഇതാ ഇങ്ങനെ വരുന്നു. നല്ല പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു, സെറ്റായിട്ട് ഇതാ ഇങ്ങനെ. അപ്പോൾ നെറ്റ് കോട്ട എംബ്രോയ്ഡറി ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വരുന്ന. ഇനിയിപ്പോൾ നിലവിലിപ്പോൾ വർക്ക് ചെയ്യിച്ചതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പിന്നീട് ഓർഡർ കൊടുത്ത് ചെയ്യിച്ചിട്ട് വേണേ. അപ്പോൾ ഇനി ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓരോ കളറിനും ഭംഗിയുണ്ടാവും. അപ്പം നമ്മൾ ഈ സംഭവങ്ങൾ നമ്മളൊരു പാർട്ടി വെയർ ആയിട്ട് സാരി പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഇതിന്. ഇങ്ങനെ വരുന്നു. കാരണം അതിലിങ്ങനെ എടുത്ത് കസവും സംഭവം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിൻ്റേതായ ഒരു എലിഗൻ ലുക്കുള്ള മെറ്റീരിയലാണ്. അങ്ങനെ വരുന്നു. 300, 300 രൂപ. പ്ലെയിനും എംബ്രോയ്ഡറി ഇങ്ങനെ വരുന്നു സെറ്റ്. അപ്പോൾ ഇതിൽ പ്ലെയിന് വരുന്നത് 70. ഇതിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെ വരുന്നു 300, 300 രൂപ. അപ്പോൾ ആ കളർ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇതിപ്പോൾ എന്താ ഒരു ബ്രിക്ക് റെഡിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് പറയാം. എനിക്ക് കറക്റ്റ് കളർ പറയാൻ അറിയില്ല. ഇത് അങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ അതിൻ്റെ പ്ലെയിൻ ഇതാ വരുന്നു, വർക്കുള്ളത് ഇങ്ങനെ വരുന്നു. അതും എല്ലാം നല്ല ഭംഗിയുണ്ടാവും. ഞാൻ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും പെടുത്തി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കളർ ചോയ്സ് അനുസരിച്ച് ഇഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ. ഇതാ അകവും പുറവും മാറിയോ, ഇങ്ങനെ ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ടോപ്പ് വേണ്ടവർക്ക് ടോപ്പ്. ഇതാ എംബ്രോയ്ഡറി ആണ്, അതിൻ്റേതായൊരു വാല്യൂ ഉണ്ട് അതിന്. നല്ലൊരു ഫാബ്രിക്കാണ്. അപ്പോൾ ഫെസ്റ്റിവൽ കല്യാണങ്ങൾ സംഭവങ്ങൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലൊരു ചോയ്സാണ്. ചുരിദാർ ഇടുന്നവർക്ക് ചുരിദാർ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിക്കോളൂ. സാരി ഞാൻ ആ പറഞ്ഞ രീതിയിലൊന്ന് സാരി ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പ്ലെയിൻ സാരി വേണ്ടവർക്ക് അങ്ങനെ ആവാം. സാരി ബ്ലൗസ് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ വർക്ക് ഉള്ളതാകുമ്പോൾ അതിന് വേറെ ലുക്ക്. അതങ്ങനെ. ഇനി നമ്മൾ നല്ല ജസ്റ്റ് നല്ലൊരു മോ കളറ് പറയില്ലേ, ലാവൻഡറിൻ്റെയും ഒണിയൻ പിങ്കിൻ്റെ ഇടയിലുള്ള ആ ഒരു സുന്ദരി കളറ് ഇതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. വർക്കുള്ളതിന് 300, 300 രൂപ. ഇങ്ങനെ കാണിക്കുക. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സാണ്. ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക്, ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുത്തോളൂ. ഇങ്ങനെ വരുന്നു 300. അതിൻ്റെ കൂടെ പ്ലെയിൻ വരുന്നു 70, 70 രൂപ. നെറ്റ് കോട്ട ഫാബ്രിക്കാണ്. അങ്ങനെ വരുന്നു. ഇനി ഇതാ നിങ്ങളുടെ ചിക്കു കളർ, ലൈറ്റ് ചിക്കു ഇതാ ഇങ്ങനെ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെങ്ങനെ ഏത് ഫെസ്റ്റിവൽ, ഇപ്പോൾ ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും ഈസ്റ്ററിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും ഒക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫാബ്രിക്കാണിത്. ഇങ്ങനെ ഇത് തടിയാണ് തോന്നിക്കുന്ന വെച്ചാൽ മാറ്റി നിർത്തുമെന്ന് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. കാരണം ക്രേപ്പ് ലൈനിങ് ഇട്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കും കേട്ടോ. ഞാൻ അതിൻ്റെ സ്റ്റിച്ച് മോഡലൊക്കെ മുമ്പ് കാണിച്ചിട്ടില്ലേ, ഏത് നെക്കും ചെയ്യാം. അപ്പോൾ ലൈറ്റ് ചിക്കു കളറിൽ ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ്, 300 രൂപ. നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ. അപ്പോൾ എപ്പോഴും കോട്ടൺ എന്ന് മാത്രം വിചാരിച്ചിരിക്കുന്നവരൊന്ന് മാറ്റി പിടിച്ചോളെ, രസമുണ്ട്. അപ്പോഴല്ല നമ്മൾ വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഇതിലേക്ക് വരുള്ളൂ. ഇങ്ങനെ വരുന്നു. ഇനി നല്ലൊരു പിങ്ക്, നമ്മൾ ആ ഒരു പീച്ച് കളർന്ന പിങ്കില്ലേ, ബേബി പിങ്ക് അല്ലാതെ ഒരു ജസ്റ്റ് ഒരു പീച്ച് ടച്ച് വരുന്ന പിങ്ക് ഇങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെയൊക്കെ ആ വൈറ്റ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പ്ലെയിൻ എടുത്തോളം നിർബന്ധമില്ല, വർക്ക് മാത്രം എടുത്തിട്ടേ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ കാണിച്ച ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഹക്കോബകൾ കാണിച്ചില്ലേ, ഓഫ് വൈറ്റ് ഹക്കോബകൾ, ആ ഹക്കോബയായിട്ട് ഫ്യൂഷൻ നിങ്ങൾക്ക് ടോപ്പും സാരി അങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്കേർട്ട് ടോപ്പ് അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതും ഭംഗിയുണ്ടാവും. ഹക്കോബയ്ക്ക് ദുപ്പട്ടയായിട്ട് ഇതിൽ ഏത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതൊരു ഭംഗിയാണ്. ആ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഹക്കോബകൾക്ക് കൂടെ ഏത് വേണമെങ്കിലും ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുത്താലും ഭംഗിയുണ്ടാവും. ഇതാ ഇങ്ങനെ വരുന്നു. ലൈറ്റ് പീച്ച് കളർ ഇതിൻ്റെ വർക്ക് ഇങ്ങനെ. 300 റുപ്പീസ്, 300 രൂപ. നെറ്റ് കോട്ട ഫാബ്രിക്കാണ് വരുന്നത്. നല്ല ഫൈൻ വർക്കാണ് വരുന്നത്. ഇങ്ങനെ ഇത് 320 ആണോ? ആണല്ലേ. ആ വർക്കല്ല, ആദ്യത്തേൽ വന്ന വർക്ക് അത് ഇങ്ങോട്ട് സെറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാ. 320 ഇതിങ്ങനെയാണേ, മറ്റേതല്ല, ഈ വർക്കല്ല. ഇത് 320 ആണേ. ഇങ്ങനെ വരുന്നു 70. അപ്പോൾ അത് അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്യാമ്പ്രിക്ക് കാണാൻ, ചുരിദാർ സെറ്റ് കാണാൻ, ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ. ഇനി നമ്മൾ പാർട്ടി വെയർ പ്രീമിയം മെറ്റീരിയൽസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ക്യാമ്പ്രിക് കോട്ടൺ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇതങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു. ഈ ഒരു കളറിൽ നമുക്ക് വേറെ ഡിസൈനൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കളറിൽ ബോട്ടം പ്ലെയിൻ ബോട്ടം, ഇനി അല്ല വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. യോക്കൊക്കെ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പും ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് യോക്കൊക്കെ വെച്ച് അങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും. ഇതങ്ങനെ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. നൈറ്റിക്കും പറ്റും, ടോപ്പിനും പറ്റും. ക്യാമ്പ്രിക് കോട്ടൺ ആണ് 120, 120 രൂപ ഇങ്ങനെ. ഇനി നമ്മൾ ക്യാമ്പ്രിക് കോട്ടൺ തന്നെ
ഇക്കത്തല്ലാതിട്ടത് ഇക്കത്ത് ഡിസൈൻ വരുന്നത് ഇക്കത്തിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ വരുന്നത് കാംബ്രിക് കോട്ടണിൽ. ഇത് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ബോട്ടം, നമ്മൾ കോമൺ ആയിട്ട് ഈ ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആ ഒരു മെറൂൺ പോലത്തെ കളർ മെറൂൺ ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ ആ ഒരു ഡിസൈൻ. ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയാറുള്ളതുണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ബ്ലാക്ക് ലവേഴ്സിന് ഇതാവാം. ഇതൊക്കെ നമുക്കിനി സ്കൂളൊക്കെ തുറക്കും, ജോലിക്കാർക്കും ജോലിക്ക് പോകാനും ഒക്കെ ആകുമ്പോഴത്തേക്കൊക്കെ നല്ല മെറ്റീരിയലാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഏത് കാലാവസ്ഥ മഴയത്തും വെയിലത്തും ഒക്കെ എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. നെക്സ്റ്റ് വരുന്ന നല്ല നേവി ബ്ലൂവിൽ ഇതങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടൺ ആണ് എല്ലാം. 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ. കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെക്കാം, നിർബന്ധമില്ല, പക്ഷെ നമുക്ക് വെക്കുന്ന നല്ല ഫിറ്റിംഗ് കറക്റ്റായിരിക്കും. ഇതങ്ങനെ വരും 120 120 രൂപ അങ്ങനെ. ഇനി നല്ലൊരു ഓറഞ്ച് കളർ ഇതാ അങ്ങനെ വരുന്നു. ഒരു കുത്തന ഓറഞ്ച് അല്ല, നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ടോപ്പ് ബോട്ടം. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുക ഇങ്ങനെ ഡിസൈൻ വരുന്ന ടോപ്പും ലൈൻസ് പാറ്റേണിൽ വരുന്ന ബോട്ടം ചെയ്യും. ഇനി തിരിച്ച് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാംബ്രിക് കോട്ടൺ ആണ്. സെറ്റായിട്ട് വാങ്ങണമെന്നില്ല, സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ ഇങ്ങനെ. 3 പീസ് സെറ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വേറൊരു വെറൈറ്റി ടൈപ്പാണ് വീഡിയോ, അപ്പോൾ അതും നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാം. ഇങ്ങനെ വരുന്നു 120 120 രൂപ അങ്ങനെ. ഇനി നമ്മൾ ഇങ്ങനെ വരുന്നു വേർലി ഡിസൈൻ കാംബ്രിക് കോട്ടണിൽ വന്നിരിക്കുന്ന 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ ഇങ്ങനെ വരുന്നു. ഇതിൽ അനിമൽ പ്രിൻസും ഹ്യൂമൻ പ്രിൻസൊക്കെ വരുന്നത് മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാത്തവർക്ക് അത് നോക്കണ്ട. പക്ഷെ നമുക്കൊരു ട്രഡീഷണൽ ഫാബ്രിക്കിൻ്റെ ഒരു വാല്യൂ തരും. നമ്മൾ കലങ്കാരിയിലാണ് ഇത് ഒറിജിനൽ വരിക, 160 വേർലി ഡിസൈൻ വരിക. ഇത് നമ്മൾ കാംബ്രിക് കോട്ടണിലാണ് ആ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഈ കാന്തയാണ് ബോട്ടം. അപ്പോൾ ടോപ്പ് ബോട്ടം നമുക്ക് സിമ്പിളായിട്ട് എന്നും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മൾട്ടി ലൈൻ കാന്ത റെഡ് കളറിൽ ഇത് അങ്ങനെ വന്നിരിക്കുന്നു 130 130 രൂപ ഇങ്ങനെ. ഇനി നിങ്ങൾക്ക് ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം ദുപ്പട്ടയായിട്ട് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ. ഇനി വേർലി ഡിസൈനിൽ അടുത്തൊരു കളർ ഇത് അങ്ങനെ വരുന്നു. ആ ഒരു യെല്ലോയും ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്, ഒരു പീക്കോക്ക് ബ്ലൂ ഒക്കെ വരുന്ന കളറിൽ ഇതാ ഇങ്ങനെ. 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ. അതിൻ്റെ കൂടെ പ്ലെയിൻ ബോട്ടം മെറ്റീരിയൽ ഇത് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ പോപ്ലിനാണ് 100 റുപ്പീസ് പെർ മീറ്റർ വരുന്ന തിക്ക്. നമ്മൾ സ്റ്റിച്ച്ഡ് ബോട്ടംസ് ഒക്കെ കാണിച്ചില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ, അതിലൊക്കെ ചെയ്യുന്നത് സ്റ്റിച്ച്ഡ് ബോട്ടംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട കളർ ചോദിച്ചാൽ മതി. ബ്ലാക്ക് ഇപ്പോൾ മെറ്റീരിയൽ എല്ലാം ഏകദേശം കഴിഞ്ഞു തുടങ്ങി, സ്റ്റിച്ച്ഡ് ബോട്ടംസും കഴിയാറായിട്ടുണ്ട്. അതിന് ആ ബ്ലാക്ക് എത്തുമ്പോൾ ചിലപ്പോൾ വെയിറ്റിംഗ് വേണ്ടി വരും ബ്ലാക്ക് കളറിൽ. ബാക്കി കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഓൾ ഓവർ വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്, അതിൽ വരുന്നു. ഇതിൻ്റെ കൂടുതൽ ടോപ്പ് മാത്രമാണ് വന്നിരിക്കുന്നത്, സെറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതും കാംബ്രിക് കോട്ടൺ ആണ്. 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ ഇങ്ങനെ വരും ഇങ്ങനെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബോട്ടംസിനൊക്കെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് അങ്ങനെ വേണമെങ്കിൽ നോക്കിയെടുക്കാം. ഇതിൽ ഈ ഒരു ഓണിയൻ ഒരു പിങ്ക് ഒരു മെറൂൺ പോലത്തെ കളർ അത് വേണമെങ്കിൽ ചേരും, ആ ഒരു ബ്ലൂ കളർ വേണമെങ്കിൽ ചെയ്യാൻ. അപ്പോൾ അതിനോട് ഏകദേശം സാമ്യമുള്ള ഈ ഒരു കാന്ത എടുത്തിട്ടുണ്ട്, ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ടോപ്പും ബോട്ടും മൾട്ടി ലൈൻ കാന്ത നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നു. 130 130 രൂപ. കാംബ്രിക് കോട്ടൺ 120 അങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു കളറ്. ഇനി അതിൻ്റെ തന്നെ ഒരു പിങ്ക് കളർ വരുന്നത് അതാ ഇങ്ങനെ. ആ ഫ്ലോറൽ ജാലി ഡിസൈൻസ് ആണ്. ഇലകളും മരങ്ങളും പൂക്കളും പുഴകളില്ല എല്ലാം കൂടെ വരുന്നത് ഇങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടൺ ആണ്. 120 120 രൂപ. അപ്പോൾ കാംബ്രിക് കോട്ടണൊക്കെ ഇനി ജോലിക്കാർക്കൊക്കെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ്. 120. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്ന ഒരു ഡിസൈൻ എടുത്തത് കണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ കാംബ്രിക്കിൽ തന്നെ വരുന്നത് 120 120 രൂപ ഇങ്ങനെ വരുന്നു. ഇപ്പം ഇതിവിടെ ഉള്ളതൊക്കെ ആ ടൈപ്പ് ദുപ്പട്ടയാണ്, പ്യുവർ ജോർജറ്റിൽ വരുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിലേ ഈ പിങ്ക് കാന്തയും 100% മാച്ച് അല്ല, ഒപ്പിക്കലായിട്ട് കണ്ടോ ഇത് കണ്ടോ, ഈ ഒരു പിങ്ക് ഈ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് എങ്കിലും പക്ഷേ ഒരു ആനച്ചന്തുണ്ട് ചെയ്ത് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് നമ്മുടെ ത്രെഡ് വർക്ക് കാന്ത 130 130 രൂപ അങ്ങനെ വരുന്നു. ഇനി കാംബ്രിക്കിൽ ലാസ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ. ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ കാംബ്രിക്ക് ലൈനിങ് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതാ ഇങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടൺ ആണ്. 44 ഇഞ്ച് വിഡ്ത്ത് 120 120 രൂപ ഇങ്ങനെ വരുന്നു. സോഫ്റ്റ് കോട്ടൺ ആണ് കാംബ്രിക് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ കണ്ടോ ഈ ഒരു ഗ്രീൻ ബോട്ടം ഇങ്ങനെ വേണേലാവാം. ഇത് 100 റുപ്പീസ് പെർ മീറ്റർ 100 രൂപ വരുന്നത് മെറ്റീരിയൽ ഉള്ളത്, അതിന് ബോട്ടം ചെയ്യാനൊക്കെ പറ്റിയത്. ഇനി അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ലൈൻ കാന്ത കണ്ട് യെല്ലോ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ സിംഗിൾ ലൈൻ കാന്ത 120 120 രൂപ ഇങ്ങനെ. ഞാനിനി
കുറച്ച് ദുപ്പട്ടാസ് റേറ്റ് കുറഞ്ഞ ദുപ്പട്ടയില്ലേ 160, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക്. അപ്പോൾ ഇത് നമ്മൾ ഹക്കോബയോ ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പ്രിൻറ്റഡ് ദുപ്പട്ടാസാണ്. ഇതൊരു ഫാൻസി സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ വരുന്നു. 160 രൂപ, 160 റുപ്പീസ് പെർ പീസ്. 160 രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ദുപ്പട്ട ഉപയോഗിക്കേണ്ടവർക്ക് അത് അങ്ങനെ എടുക്കാം. നമ്മൾ ഹക്കോബയുടെ കൂടെ ഏതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല, ഇങ്ങനെ എടുക്കാം. 160 രൂപ, 160 റുപ്പീസ് പെർ പീസ് ഇങ്ങനെ വരുന്നു. ഫാൻസി ടൈപ്പ് ആ ഒരു സിൽക്ക് ഫീൽ വരുന്ന ഒരു ദുപ്പട്ട. ഇനി അടുത്തത് ഒരു ഡാർക്ക് ബ്ലൂ, ഒരു ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറയില്ലേ ഒരു കളറിൽ. ബാന്തിനിയുടെ ഒന്നുമല്ല കേട്ടോ, ഒറിജിനൽ ബാന്തിനിയൊക്കെ വേറെ ലെവലല്ലേ, ഇത് വേറൊരു ടൈപ്പ്. ഇനി അതിൽ തന്നെ നല്ലൊരു റെഡ് ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരുന്നു. ഇതിൽ എന്തെങ്കിലും കളേഴ്സ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ഏത് ടോപ്പിൻ്റെ കൂടെയും അനുസരിച്ചിടാം. 160. നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഇതാ ഇങ്ങനെ 160 ആണ്, 160 രൂപ. ഇനി നല്ല ഒരു മജന്തയും ഓറഞ്ചും എല്ലാം കൂടെ വരുന്നത് ഇതാ ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ മെറ്റീരിയൽസ് കാണിച്ച് പോയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വരുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു നമ്പർ ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചോളേ. എന്നിട്ട് ആ ഒരു നമ്പറിലേക്ക് വേണം അയക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക സ്ക്രീൻഷോട്ട്. അപ്പോൾ ദുപ്പട്ടയാണെങ്കിൽ ഇതിലൊരു ദുപ്പട്ട വേണം എന്ന് പറഞ്ഞിട്ട് കൺഫേം ആയിട്ട് എപ്പോഴും ഓർഡർ ചെയ്യുക. മെറ്റീരിയൽ ആണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം തന്നെ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കൂടെ പറയുക. അങ്ങനെ ഓർഡർ ചെയ്യണം എപ്പോഴേ. ഒന്നുകൂടെ ഉണ്ട് ഇവിടെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 3 നമ്പറിൽ മാത്രമാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത്. ആ 3 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വേണം അയക്കാൻ. കസ്റ്റമർ കെയർ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനല്ല, അത് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ടാണ്. ഇതാ ഇങ്ങനെ വരുന്നു അടുത്തത്. അപ്പോൾ ഇതിന് മുമ്പ് ഇതിലൊക്കെ ഏതെങ്കിലും ഗ്രീൻ ഇങ്ങനത്തെ കളറിലൊക്കെ ഏതെങ്കിലും എടുത്തിട്ടുള്ള പിങ്ക് എടുത്തവർക്കൊക്കെ ഏതിന് വേണമെങ്കിലും ചേരുന്ന ഒരു ദുപ്പട്ടയാണ്. 160, 160 രൂപ. അങ്ങനെ ഇനി നമ്മൾ ബാന്തിനിയുടെ സെറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുറേ കാലമായി. അപ്പോൾ അതിലിഷ്ടം പോലെ കളേഴ്സ് വന്നിട്ടുണ്ട്. ആ സെറ്റുകൾ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചുങ്കിടി സെറ്റേ പറയില്ലേ ആ സംഭവം. നമ്മൾ ഒറിജിനൽ ടൈ ആൻഡ് ഡൈ ബാന്തിനി വേറെ ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അത് വേറെ ലെവൽ. ഇത് സെറ്റായിട്ട് വരുന്നതാണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പോൾ ഇത് ഞാൻ വിടുത്തി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പീസ് ഞാൻ എങ്ങനെയാണ് എടുത്തുന്നതെന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ടോപ്പ് വരുന്നത് ഇങ്ങനെ 2.5 മീറ്റർ എന്നൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതിൽ. 2.45 ഒക്കെ അത്രയൊക്കെ ഉണ്ടാവുക. നമ്മളിത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായി വലിച്ച് അയൺ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഫുൾ ഫോമിലോട്ട് വരിക. പിന്നെ എപ്പോഴും ഇങ്ങനെ പ്യുവർ കോട്ടൺ സെറ്റ് വരുമ്പോൾ നിങ്ങൾ കളർ ഗാർഡൊന്നും ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചോളൂ. അതിന് സെറ്റ് ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതിങ്ങനെ ടോപ്പ് വരും, അതിൻ്റെ ഫ്രണ്ടിൽ ഇതെങ്ങനെ വരും, ബാക്ക് പീസിൽ ഇങ്ങനെ വരും. അപ്പോൾ ടോപ്പിൻ്റെയും ഇനി ബോട്ടം കാണിച്ചു തരാം. ഇത് ഓൾ ഓവർ സെയിം കളറാണ് വരിക. ഇതാ ഇങ്ങനെ വരും ബോട്ടം. അപ്പോൾ ബോട്ടത്തിൽ ഇതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഈ ചുങ്കി ഡിസൈൻ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വരിക. അപ്പോൾ ഈ ബോട്ടവും ടോപ്പും 2.40, 2.5 ആണെങ്കിൽ 2.45 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നോർമൽ ബോട്ടം ചെയ്യാൻ നമുക്ക് 2 മീറ്റർ മതി. അപ്പോൾ പ്ലസ് സൈസുള്ളവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് എക്സസ് കൂടെ നമുക്ക് താഴെ പടി പോലെ കൊടുത്തിട്ടോ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലീവ് എടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു, നല്ലൊരു ബർഗണ്ടി കളറ് പറയും. ടോപ്പും ബോട്ടവും ഇങ്ങനെ. ദുപ്പട്ട വരുന്നത് 2.20 ഒക്കെ ഉള്ളൂ കേട്ടോ. ദുപ്പട്ട വരുന്നത് ഒരുപാട് ലെങ്ത്തുള്ള ദുപ്പട്ടയല്ല. അപ്പോൾ നല്ല ലെങ്ത്തി ദുപ്പട്ട ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണെന്ന് ഞാൻ പറയില്ല. എങ്കിലും ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതിനറ്റത്തൊരു ലേസൊക്കെ തൂക്കിയിട്ട് അങ്ങനെയൊക്കെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട 2.20 വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1150, 1150 ആണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബാന്തിനി സെറ്റാണ്, ചുങ്കിടി സെറ്റ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഫസ്റ്റ് കളർ ഇങ്ങനെ അതങ്ങനെ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കളർ വരുന്നു ബ്ലാക്ക്. ബ്ലാക്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിങ്ങനെ ടോപ്പ്, ഇങ്ങനെ ബോട്ടം, ഇങ്ങനെ ദുപ്പട്ട. 1150, 1150 സെക്കൻഡ് കളർ അങ്ങനെ. നെക്സ്റ്റ് വരുന്ന നല്ല റെഡ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ. ടോപ്പ്, ഇതിങ്ങനെ ബോട്ടം, ദുപ്പട്ട. ഇതിൻ്റെ നൂലുകൾ ഇങ്ങനെ കെട്ടി ഡൈ ചെയ്യുന്നതിൻ്റെ ആണ് നൂലുകൾ കാണുന്നത്. 1150, 1150. നെക്സ്റ്റ് വരുന്നു യെല്ലോ, നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാം. ടോപ്പ്, ഇത് ബോട്ടം. ഡൈ ചെയ്തെടുക്കുന്ന ആ ചുങ്കടി സെറ്റ് ഇതിൻ്റെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതാണെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല കോട്ടൺ ആണ്. കളർ ഗാർഡ് യൂസ് ചെയ്യണം കേട്ടോ. അതിലെപ്പോഴും കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. 1150 രൂപ ഇങ്ങനെ വരുന്നു.
അത് അങ്ങനെ. നെക്സ്റ്റ് വരുന്നു ഒരു പീച്ച് ഷെയ്ഡ്. ഇങ്ങനെ ടോപ്പ്. ഒന്നിൽ കൂടുതൽ കളർ ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചോയ്സ് പറഞ്ഞ് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ടോപ്പ്, ബോട്ടം, ദുപ്പട്ട ഇങ്ങനെ വരുന്നു. അത് ഇനി അടുത്തത് ഒരു വയലറ്റിനൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് കളറാണ്. ഇത് ടോപ്പ്, പ്യുർ കോട്ടണിൽ ഡൈ ചെയ്യുന്നതാണ്. അതാണ് ഇങ്ങനെ കളറ്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. ഇനി ഡാർക്ക് വയലറ്റ് വേറെ വരുന്നുണ്ട്, അത് തമ്മിൽ മാറരുത്. ഇത് ലൈറ്റ് വയലറ്റ്. കളറൊന്നും മെൻഷൻ ചെയ്താലും കുഴപ്പമില്ല. താഴെ ഇങ്ങനെ വരുന്നു. ഇത് ഞാനൊക്കെ ഓരോന്ന് വിടുത്തി വെച്ചതാണ്. ഞാൻ എങ്ങനെ വിടുത്തണം എന്നുള്ളതൊന്ന് കാണിച്ചു തരേ. അത് ഒരു കളർ കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നു ഒലിവ് ഗ്രേ. ഇത് ടോപ്പും ബോട്ടവും 2.45. 2.5 എന്ന് പറഞ്ഞാൽ 2.5 ഉണ്ടാവില്ല. ഇനി കറക്റ്റ് ഇത് നമ്മളിങ്ങനെ അയൺ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ ഇതിലോട്ട് വരിക. ബോട്ടം, ദുപ്പട്ട 1150, 1150 രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെ ഒരു സെറ്റായിട്ടാവും കിട്ടുക. അപ്പം നമ്മളതിന് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ടോപ്പ് കണ്ട്, ടോപ്പിനെ നമ്മളിങ്ങനെ വിടുത്തി കഴിഞ്ഞാലും അതിനിങ്ങനെ വലിച്ച് പിടിച്ച്, അത് സ്റ്റിച്ചിങ് ചെയ്തോളും. വലിച്ച് പിടിച്ച് ഇങ്ങനെ അയൺ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ. ഇത് വയലറ്റ്, ഡാർക്ക് വയലറ്റാണ്. നമ്മൾ ആദ്യം കണ്ടത് ലാവൻഡറാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും, ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഡിസൈൻ. ഇനി കാണിച്ചു തരാം. ബോട്ടം ഇങ്ങനെ വരും. ബോട്ടത്തിന് ഏകദേശം അതേ വലുപ്പമുണ്ട്. ഇതിൽ ആ കെട്ടുകളാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അങ്ങനെ വിടുത്തി എടുക്കണം. മെല്ലെ ശ്രദ്ധിച്ചതുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് ആ കെട്ടുകളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. ഇങ്ങനെ മെല്ലെ അതിനെ വിടുത്തി എന്നിട്ട് കളർ ഗാർഡിലൊന്ന് മുക്കിയ ശേഷം സ്റ്റിച്ചിങ്ങിന് കൊടുക്കുക നല്ലത്. ഇങ്ങനെ വരും. അങ്ങനെ വിടുത്തി വെച്ചതാണ് അതല്ല. അപ്പം നിങ്ങൾക്കിത് ഇങ്ങനെ കിട്ടുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഇത് എന്താ സംഭവം അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് വിചാരിക്കണ്ട. ഇങ്ങനെ. അപ്പോൾ നമ്മളതിന് ബോട്ടത്തിനെ വിടുത്തി ഇങ്ങനെ വരും ബോട്ടം. ഇനി അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ. ദുപ്പട്ട ഇങ്ങനെ വിടുത്തുമ്പോൾ ആകെ ഒരു കുഞ്ഞി കഷ്ണം പോലെ ഇങ്ങനെ തോന്നുക. അതിനെ നമ്മളിങ്ങനെ വിടുത്തി കൊണ്ടുവരണം. ഇങ്ങനെ ഇങ്ങനെ വിടുത്തുമ്പോൾ നല്ല കോമഡി ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ വിടുത്തി കളിക്കായിരുന്നു. ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് പോലെ ഉണ്ടാവും. ഇങ്ങനെ വിടുത്തി വേണം വരാൻ. ഇങ്ങനെ വിടുത്തി. അപ്പോൾ അങ്ങനെയാണ് ഈ ബാന്തിരി ദുപ്പട്ട. ഫുള്ളിന് വിടുത്തിയ സമയം കളയണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അതങ്ങനെ. ഇനി നമ്മൾ അന്ന് കൊണ്ടുവന്ന സെറ്റിൽ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തെത്തിയിട്ടുണ്ട്. നമ്മൾ ആ 3 ബ്ലാക്കിൽ ഞാൻ ഒരു വെയർ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിരുന്നില്ലേ, അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. 1550, 1550 രൂപയുടെ നമ്മൾ ആ ഒരു ഹക്കോബയുടെ പോലത്തെ ഫീൽ ചെയ്യുന്ന വിത്ത് ത്രെഡ് വർക്ക് വരുന്ന അവരിത്. ഞാൻ അതിൻ്റെ ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ടാണ് വെയർ ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ അതിൽ 3 കളർ ബോട്ടംസും അവൈലബിൾ. ഇത് നമ്മൾ യെല്ലോ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും ടോപ്പ്. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2.3 മീറ്റർ, 2.30 ഉണ്ടാവുള്ളൂ ലെങ്ത്ത്. അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഹക്കോബയുടെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണിച്ച കോട്ടൺ നെറ്റിൻ്റെ ഒക്കെ പീസ് എടുത്തിട്ട് സ്ലീവിനൊക്കെ ആയിട്ട് എടുക്കുക. ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് യെല്ലോ വരുന്നവർക്ക് അങ്ങനെ ഏത് കളർ എടുത്താലും നമുക്ക് ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ ദുപ്പട്ട ഇത് വരുന്നത്. ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനെ വരുന്നു. നമുക്ക് 1 സൈഡ് ഇടാനുള്ള ദുപ്പട്ടയാണ് ഇത്. അങ്ങനെ വരുന്നു. 4 സൈഡ് പോം ലേസ് ഉണ്ടാവും. ഒരു ഡിസൈനർ ദുപ്പട്ടയോട് കൂടി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് 1550. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ. നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ. അതിൻ്റെ കൂടെ റെഡ് ബോട്ടാണ്. അന്ന് ഞാൻ ഫുള്ള് വിടുത്തി കാണിച്ചിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ തന്ന് കിട്ടാത്തവരൊക്കെ വേഗം നോക്കിക്കോളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 1550. ചുരിദാർ സെറ്റ് മെറ്റീരിയലാണ്. അതങ്ങനെ വരുന്നു. റെഡ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ബോട്ടം ഇവിടെ ഇങ്ങനെ ഫുൾ. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഇത് ഇങ്ങനെ വരിക. ഇങ്ങനെ വരും ടോപ്പ്. ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷനിൽ. അതിൻ്റെ ഗ്രീൻ ബോട്ടം. നിങ്ങൾക്ക് ഞാൻ ബ്ലാക്ക് ബോട്ടാണ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിങ്ങനെ സെറ്റായിട്ടാണ് കിട്ടും. ഇതിൻ്റെ സെറ്റ് ഇങ്ങനെ ബ്ലാക്ക് ബോട്ടം ഇനി അഡീഷണൽ വേണ്ടവർ പറഞ്ഞാൽ അത് കിട്ടും. ഇങ്ങനെ വരും ദുപ്പട്ട. ഡിസൈനർ ദുപ്പട്ട. 1 സൈഡ് ഇടാനുള്ള ദുപ്പട്ട. 2.25 മീറ്റർ ഉണ്ടാവുള്ളൂ ദുപ്പട്ട. ഇങ്ങനെ വരും. 1550, 1550 രൂപ. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സൺഡേ വീഡിയോയിൽ സാധാരണ അജ്രക്ക് മോഡലൊക്കെ എത്താറുണ്ട്. അത് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് വേറൊരു വെറൈറ്റി കളക്ഷൻസാണ്. അപ്പോൾ കോട്ട എംബ്രോയ്ഡറി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ നോക്കിക്കോളൂ കേട്ടോ. സാരിക്കാണെങ്കിലും സ്റ്റോപ്പായിട്ടാണെങ്കിലും ഒക്കെ ഭംഗിയുണ്ടാവും. അപ്പം പറഞ്ഞ പോലെ പുതിയ ആൾക്കാരാണെങ്കിൽ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു അറിയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിടുക. സൺഡേ നമുക്ക് ലീവാണ്. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ലീവാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ ഇമ്മീഡിയറ്റ്ലി വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ
അയയ്ക്കുക. എപ്പോഴും മറക്കാതെ ഓർഡർ ചെയ്യുന്ന ഒപ്പം തന്നെ എത്ര മീറ്ററാണെന്ന് കൂടെ പറഞ്ഞിടുക. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. അവർ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിൽ നമുക്ക് അതേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.